ക്രെയിൻ ഓപ്പറേറ്റർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ അറാംകോയിൽ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. അറാംകോയിൽ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറും എന്ന് മാത്രമല്ല, നമ്മൾ അറാംകോ അല്ലെങ്കിൽ പോലും ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. അറാംകോ വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ പേര് ഇതൊന്നും അറിയണ്ട എന്ന് വിചാരിക്കാൻ പാടില്ല. കാര്യം ഇതൊരു ക്രെയിൻ ഓപ്പറേറ്റർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. എവിടെയെങ്കിലും നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയാൽ തന്നെ ഈ അറാംകോ ക്വസ്റ്റ്യൻ ആൻസറെല്ലാം അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻ്റർവ്യൂവിന് പാസ്സാകാൻ സാധിക്കും. ഇപ്പോൾ സൗദി അറേബ്യയിലല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും സമയമുള്ളപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതേപോലെ അറാംകോയിലെ ക്രെയിൻ ഓപ്പറേറ്റർ എക്സാമിന് വേണ്ടി നോക്കുന്ന ആൾക്കാർ ഇത് തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം. എങ്കിലാണ് നമുക്ക് അറാംകോയിലെ എക്സാം ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ചില കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് ട്രെയിനിങ് തരണമെന്നില്ല. ചില കമ്പനിയൊക്കെ ട്രെയിനിങ് തരും, ചില കമ്പനി ട്രെയിനിങ് കൊടുക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ എക്സാമിന് വിടാറുണ്ട്. അപ്പോൾ ഫെയിലായി ഇപ്പം കാൽക്കുലേഷനൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റെഫർ ടു ഡ്രോയിങ് ആൻഡ് ഗ്രോവ് AT750 ബി ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ലോഡഡ് ബൂം ആംഗിൾ ഓഫ് ദ ലിഫ്റ്റ് ഷോൺ? ഇത് ചോദിച്ചേക്കുന്നത് ലോഡഡ് ബൂം ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ലോഡഡ് ബൂം ആംഗിൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ക്രെയിനിൻ്റെ ബൂം ലെങ്ത് നമുക്ക് മനസ്സിലായിരിക്കണം. അവർ 14 മീറ്റർ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിൽ മാക്സിമം റേഡിയസ് 28 മീറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടിപ്പ് വെയിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാൽക്കുലേഷൻ തന്നിട്ടുണ്ട് ഈ ക്രെയിനിൻ്റെ ഇതിൻ്റെ ലോഡ് വെയിറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ ലോഡഡ് ബൂം ആംഗിൾ ഒന്ന് നോക്കുന്നത് നമുക്ക് ഈ ഇവിടെയുള്ള കൊടുത്തിരിക്കുന്ന ലോഡൊന്നും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ബൂം ആംഗിൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൂം ആംഗിൾ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ ബൂം ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ബൂം ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ടിപ്പ് ഹൈറ്റ് നോക്കണം. 12 ഒരു സൈഡിലുണ്ട്, ഇവിടെ 6. അപ്പോൾ നമ്മൾ 12ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 18 മീറ്റർ ടിപ്പ് ഹൈറ്റായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വന്നാലും നമ്മളത് ടോട്ടൽ കൂട്ടണം, എത്ര ആണെന്ന് നോക്കണം. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ 12 മീറ്റർ കൊടുത്തിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരു 6 മീറ്ററോ 5 മീറ്ററോ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് എത്ര ആയാലും നമ്മൾ അത് പ്ലസ് ചെയ്യണം. അതിൻ്റെ കൂടെ എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടണം. ഇതിപ്പോൾ നമുക്ക് 12ഉം ഒരു 6 കൊടുത്തിട്ടുള്ളതിന് 12ഉം 6ഉം 18 മീറ്റർ. അതേപോലെ റേഡിയസ് കൊടുത്തേക്കാനുള്ളത് 28 മീറ്റർ. അപ്പം ലോഡഡ് ബൂം ആംഗിൾ ചോദിക്കുമ്പോൾ നമ്മൾ മാക്സിമം റേഡിയസിലാണ് നമ്മൾ നോക്കുന്നത്. 28 മീറ്റർ നമുക്ക് റേഡിയസ് തന്നിട്ടുള്ളതിൻ്റെ പേര് നമ്മൾ 28 മീറ്റർ റേഡിയസിൽ നമുക്ക് ലോഡഡ് ബൂം ആംഗിൾ എടുക്കാം. നമ്മൾ 18 മീറ്റർ ടിപ്പ് ഹൈറ്റ്, അതുപോലെ 28 മീറ്റർ റേഡിയസ്. നമുക്ക് റേഞ്ച് ഡയഗ്രത്തിൽ നോക്കാം. ഗ്രോവ് AT750 ബി റേഞ്ച് ഡയഗ്രം എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്രോവ് AT750യുടെ റേഞ്ച് ഡയഗ്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ടിപ്പ് ഹൈറ്റ് വന്നിരുന്നത് 18 മീറ്റർ ടിപ്പ് ഹൈറ്റ് ആണുള്ളത്. അതേപോലെ 28 മീറ്റർ റേഡിയസ്. അപ്പോൾ നമുക്ക് നോക്കാം. 18 മീറ്റർ 28 മീറ്റർ റേഡിയസ്. 28 മീറ്റർ റേഡിയസിൽ നമുക്കൊരു സൈഡ് വെക്കാം ട്രൈയാങ്കിളിൻ്റെ. അതേപോലെ 18 മീറ്റർ ടിപ്പ് ഹൈറ്റ്. 18 മീറ്റർ ടിപ്പ് ഹൈറ്റ് നമുക്ക് വെക്കാം. 18 മീറ്റർ ടിപ്പ് ഹൈറ്റ്, 28 മീറ്റർ 18 മീറ്റർ ടിപ്പ് ഹൈറ്റ്. നമുക്ക് വേണ്ടത് ബൂം ലെങ്ത് ആണ് വേണ്ടത്. നമ്മളിപ്പോൾ ബൂം ലെങ്ത് നോക്കാം എത്രയാണെന്ന്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ട്രൈയാങ്കിൾ വെച്ചിട്ടുണ്ട്. 18 മീറ്റർ ടിപ്പ് ഹൈറ്റിലും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 28 മീറ്റർ റേഡിയസിൽ നമ്മൾ ട്രൈയാങ്കിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൂം ലെങ്ത് എത്ര നോക്കാം. ബൂം ലെങ്ത് കറക്റ്റ് ഈ കോർണർ വരുന്നത് ഈ ഒരു ലൈനിലാണ് വരുന്നത്. അപ്പോൾ ഈ ബൂം ലെങ്ത് ആണ് നമുക്ക് നോക്കേണ്ടത് എത്രയാണ്. ഈ ബൂം ലെങ്ത് ഉള്ളത് 33 പോയിൻറ്റ്. നമുക്ക് നോക്കാനുള്ളത് ഇനി ലോഡ് ചാർട്ട് എടുക്കുക. ലോഡ് ചാർട്ടിൽ നമുക്ക് 28 മീറ്റർ റേഡിയസിൽ ഈ 33.5 മീറ്റർ ബൂം ലെങ്തിൽ നമുക്ക് എത്ര ബൂം ആംഗിൾ വരുന്നുണ്ടെന്ന് നോക്കാം. 33.5 ബൂം ലെങ്ത്, നമുക്ക് 28 മീറ്റർ റേഡിയസാണ് വേണ്ടത്. അപ്പോൾ 28 മീറ്റർ റേഡിയസ് നമുക്ക് അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റാണ്. ഫുള്ള് ബൂം ലെങ്ത് ആണ് 33.5 മീറ്റർ. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ 28 മീറ്റർ റേഡിയസിൽ നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇത് ഡിഗ്രി വന്നേക്കുന്നത്. അതായത് നമ്മുടെ ലോഡ് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിൻ്റെ ബൂം ആംഗിൾ വന്നേക്കുന്നത് 29 ബൂം ആംഗിൾ വന്നേക്കുന്നത് 29. അപ്പോൾ ഇതിൻ്റെ ആൻസർ 29. നമുക്ക് ആൻസർ ശരിയാണെന്ന് നോക്കാം. എ ആണ് കറക്റ്റ് ആൻസർ, 29 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഫർ ടു ഡ്രോയിങ് ആൻഡ് ഗ്രോവ് AT750 ബി ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ഗ്രോസ് കപ്പാസിറ്റി അറ്റ് ദ മിനിമം റേഡിയസ്? ഇവർ ചോദിച്ചിരിക്കുന്നത് ഗ്രോസ് കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം റേഡിയസിലുള്ള ഗ്രോസ് കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അവർ മിനിമം റേഡിയസ് കൊടുത്തിട്ടുണ്ട് 6 മീറ്റർ മിനിമം റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാക്സിമം റേഡിയസ് 18 മീറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം റേഡിയസിലുള്ള ഗ്രോസ് കപ്പാസിറ്റിയാണ് നോക്കേണ്ടത്. മിനിമം ആണ് 6 കൊടുത്തേക്കുന്നത്, മാക്സിമം 18 കൊടുത്തേക്കുന്നു. അതേപോലെ ടിപ്പ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 17 മീറ്റർ ടിപ്പ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 35 ബൂം ആംഗിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ള മാക്സിമം റേഡിയസിലുള്ള ഗ്രോസ് കപ്പാസിറ്റിയാണ് നോക്കാനുള്ളത്. നമുക്കിവിടെ മാക്സിമം റേഡിയസ് കൊടുത്തതിൻ്റെ പേര് നമ്മൾ ഈ ഡിഗ്രി നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ബൂം ആംഗിൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ 17 മീറ്റർ ടിപ്പ് ഹൈറ്റും 18 മീറ്റർ റേഡിയസും വെച്ച് നമുക്ക് റേഞ്ച് ഡയഗ്രത്തിൽ പോയി നോക്കാം എത്ര മീറ്റർ ബൂം ലെങ്ത് ഉണ്ടെന്ന്. കാര്യം നമുക്ക് 2 റേഡിയസും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടിപ്പ് ഹൈറ്റും കൊടുത്തിട്ടുള്ളതിൻ്റെ പേര് നമ്മൾ 30
35 നമ്മൾ ഇത് ഡയഗ്രത്തിൽ പോയി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് 17 മീറ്റർ ടിപ്പ് ഹൈറ്റും അതേപോലെ 18 മീറ്റർ റേഡിയസിൽ നമുക്ക് പോയി ചെക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ബൂം ലെങ്ത് കിട്ടും. പിന്നെ ആ ബൂം ലെങ്ത്തിൽ പോയിട്ട് നമുക്ക് ഗ്രോസ് കപ്പാസിറ്റി എത്ര നോക്കാം, 18 മീറ്ററിലെ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. 17 മീറ്റർ ടിപ്പ് ഹൈറ്റ്, അതേപോലെ തന്നെ 18 മീറ്റർ റേഡിയസ്. 18 മീറ്റർ റേഡിയസാണ്, 17 മീറ്റർ ടിപ്പ് ഹൈറ്റ്. 16നും 17നും ഇടയിലാണ് വരുന്നത്. നമുക്ക് ലൈനില്ല, നമ്മളതിന് സെൻട്രലായിട്ട് നമ്മൾ വെക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബൂം ലെങ്താണ് കറക്റ്റ്. ആ കറക്റ്റ് ബൂമേ തന്നെയാണ് നമുക്ക് അതിൻ്റെ കോർണർ കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ ബൂം ലെങ്ത് ചെക്ക് ചെയ്യാൻ എത്രയാണ്? ബൂം ലെങ്ത് 24.4 ബൂം ലെങ്ത്. നമുക്കിനി അടുത്ത് ലോഡ് ചാർട്ട് എടുക്കാം. ലോഡ് ചാർട്ടിൽ 24.4 മീറ്റർ ബൂം ലെങ്ത്, 18 മീറ്റർ റേഡിയസ്. നമുക്ക് കൊടുത്തിരുന്ന 18 മീറ്റർ റേഡിയസാണ്. നമുക്ക് മാക്സിമം റേഡിയസിൽ നമുക്ക് ഗ്രോസ് കപ്പാസിറ്റിയാണ് നോക്കാനുള്ളത്. 24.4 മീറ്റർ ബൂം ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഏതാണ് നമുക്ക് ലോഡ് ചാർട്ടിൻ്റെ ഡയഗ്രാം എടുക്കേണ്ടത് അത് നമ്മൾ ആ ക്രെയിൻ്റെ തന്നെ നമ്മൾ എടുക്കണം. ഒരു കാരണവശാലും വേറെ എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്കിത് കറക്റ്റാണ്. ഈ ക്രെയിൻ്റെ 750 തന്നെയാണ് എടുത്തേക്കുന്നത്. 24.4 മീറ്റർ ബൂം ലെങ്ത്. നമുക്ക് 18 മീറ്ററാണ് വേണ്ടത്. 18 മീറ്റർ ഇവിടാണ് 18 മീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ട്രയാങ്കിൾ വെക്കാം, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. 18 മീറ്റർ ഞാൻ സ്കെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 24.4 മീറ്റർ ബൂം ലെങ്ത് നേരെ താഴേക്ക് വരാം. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് കപ്പാസിറ്റിയാണ് 4235 കിട്ടുന്നത്. 18 മീറ്റർ റേഡിയസിൽ 4235. നമ്മുടെ ഗ്രോസ് കപ്പാസിറ്റി കിട്ടിയിരിക്കുന്നത് 4235. നമുക്ക് നോക്കാം ശരിയാണോ ആൻസർ നോക്കാം. എ ആണ് കറക്റ്റ് ആൻസർ, 4235. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഫർ ടു ഡ്രോയിങ് ആൻഡ് യൂസ് ഗ്രോവ് TM1150 ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ലോഡ് ടു ബി ലിഫ്റ്റഡ്? എത്രയാണ് നമ്മൾ ലോഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര ലോഡ് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം, ഇത് കിട്ടുന്ന ആൻസറാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ലോഡ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എത്ര ലോഡ് ലിഫ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ നമുക്ക് ഇവിടെ ലോഡ് തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ടിക്ക് കാണുന്ന ഇവിടെ മാർക്ക് കാണുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് ക്രെയിൻ തന്നേക്കുന്ന ഗ്രോവ് TM1150 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രോവ് TM1150 ലോഡ് ചാർട്ട് എടുക്കണം. ആ ലോഡ് ചാർട്ടിൻ്റെ ഒരു പേജിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അതിനെ നമ്മൾ ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. 1150 ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ലോഡ് വെയിറ്റ് നമുക്ക് കൊടുത്തേക്കുന്നത് 12350 kg. ആദ്യം നമ്മൾ കാൽക്കുലേറ്ററിൽ 12350 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 12350. നമ്മളിവിടെ കിട്ടുന്നതെല്ലാം നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് പ്ലസ് കൊടുക്കാം. അടുത്തത് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് റിഗ്ഗിങ് ഇക്വിപ്മെൻറ്റ് വെയിറ്റ് 61 kg ആണ് കൊടുത്തേക്കുന്നത്. ഈ 61 kg എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡി ഷൈക്കിൾ വരും, സ്ലിങ് വരും. അതുപോലെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? ചിലപ്പം നമ്മൾ പ്ലേറ്റ് ക്ലാമ്പ് ഉപയോഗിക്കുക, അങ്ങനെ എന്ത് ഉപയോഗിച്ചാലും, ചെയിൻ ബ്ലോക്കോ, അപ്പോൾ അതിൻ്റെയാണ് റിഗ്ഗിങ് ഇക്വിപ്മെൻറ്റ് വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിത് 61 kg ആണുള്ളത്. നമ്മളിതിനോട് 61 kg കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 61 പ്ലസ് അടുത്ത് വന്നിരിക്കുന്നത് എക്സ്റ്റൻഡഡ് സ്വിങ് വേയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഡഡ് സ്വിങ് വേ കിട്ടണമെങ്കിൽ നമുക്ക് ലോഡ് ചാർട്ടിൽ തന്നെ ഒരു പേജിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതാണ് നോക്കേണ്ടത്, എക്സ്റ്റൻഡഡ് സ്വിങ് വേ ആണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 1265 kg ആണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത് കൂട്ടാം 1265. 1265. അപ്പോൾ അതും ഇതിനോട് കൂട്ടാം. പ്ലസ് അടുത്ത് വന്നിരിക്കുന്ന പവർ പിൻ ഫ്ലൈ സ്റ്റോവേഡാണ്. പവർ പിൻ ഫ്ലൈ നമുക്ക് ഇതിനോട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. അടുത്തത് വന്നിരിക്കുന്നത് 30 ടണ്ണ് ഒരു ഷീവ് ഹുക്ക് ബ്ലോക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെത്ര നമുക്ക് നോക്കാം. 30 ടണ്ണ് ഒരു ഷീവ് ഹുക്ക് ബ്ലോക്ക് 464 kg ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം 464. അതും കൂട്ടാം അതിൻ്റെ കൂടെ. പ്ലസ് അടുത്ത ലാസ്റ്റായിട്ടുള്ള വന്നിരിക്കുന്നത്
15 ടണ്ണ് ഹെഡ് ഏക്ക് ബോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എത്രയാണ്. 15 ടണ്ണ് ഹെഡ് ഏക്ക് ബോൾ, 15 ടണ്ണ് ഹെഡ് ഏക്ക് ബോൾ 340 kg ആണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്ത് കൂട്ടാം. 340 kg സമം നമുക്ക് കിട്ടിയേക്കുന്ന ആൻസറാണ് 14,480 kg ആണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത്. നമുക്ക് ഇവർ തന്നിരുന്ന വെയിറ്റ്, അതായത് ഇവിടെ തന്നിരുന്ന നമ്മളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് 14,480 kg. അപ്പോൾ നമുക്ക് ഈ 14,480 kg അവർ ആൻസറിലുണ്ടോ നോക്കാം. ഇതിലുള്ള എത്ര വെയിറ്റാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്നതാണ് 14,480 kg ആണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് അതായത് 14 ടണ്ണ് 480 kg. അപ്പോൾ നമുക്കത് ആൻസറിലുണ്ടോ എന്ന് നോക്കാം. 14,480 kg നമുക്ക് ഉണ്ട്. ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഫർ ടു ഡ്രോയിങ് ആൻഡ് ഗ്രോവ് AT750B ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ മാക്സിമം റേഡിയസ് ദി ലോഡ് ക്യാൻ ബി ലിഫ്റ്റഡ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമുക്കിത് കൂട്ടിയിട്ട് കിട്ടുന്ന ലോഡ് നമുക്ക് എത്ര ദൂരം വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് മാക്സിമം റേഡിയസ് ലോഡ് ക്യാൻ ബി ലിഫ്റ്റഡ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് ഈ ടിക്കാണ് നമ്മൾ കൂട്ടിയതിന് ശേഷം നമുക്കിത് മാക്സിമം എത്ര റേഡിയസ് വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ക്രെയിന് AT750B ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ AT750Bയുടെ ലോഡ് ചാർട്ട് എടുക്കണം. അതിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, 750യുടെ ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അവരോട് കൊടുത്തിട്ടുള്ളത് 100 kg ആണ് ലോഡ് വെയിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 100 kg നമുക്ക് ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 100 kg പ്ലസ് അടുത്ത് വന്നേക്കുന്നത് സ്റ്റോവേഡ് സിങ് എവേ ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോവേഡ് സിങ് എവേ എത്രയാണെന്ന് നോക്കാം. സ്റ്റോവേഡ് സിങ് എവേ വന്നേക്കുന്നത് 323 kg ആണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഇതിനൂടെ കൂട്ടാം. 323 kg. അത് നമുക്ക് അതും പ്ലസ് അടുത്ത് വന്നേക്കുന്ന പവർ പിൻ ഫ്ലൈ ആണ് എക്സ്റ്റൻഡഡ്. പവർ പിൻ ഫ്ലൈ നമുക്ക് കൂട്ടേണ്ട കാര്യമില്ല. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് കൊടുത്തേക്കുന്നത് 40.8 MD 3 ഷീവാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് അത്ര നോക്കാം. 40.8 3 ഷീവ് ഉണ്ട്. 3 ഷീവ് വിത്ത് ചെക്ക് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിത്ത് ചെക്ക് പ്ലേറ്റ് അല്ല ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചിരുന്നത് 3 ഷീവ് മാത്രമുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40.8 3 ഷീവിൻ്റെ നമുക്ക് വെയിറ്റ് നോക്കാം. 406 ആണുള്ളത്. 406. അടുത്തത് ലാസ്റ്റായിട്ട് ഒരു കൊടുത്തേക്കുന്നത് ആക്സിലറി ബൂം നോയ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് അത്ര നോക്കാം. ആക്സിലറി ബൂം നോയ്സ് 65 kg ആണ്. കൂട്ടാം 894 kg ആണ്. അതിനായി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് നമുക്കിതിൻ്റെ ബൂം ലെങ്ത് നോക്കണം. ഈ ബൂം ലെങ്ത് എത്ര കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ബൂം ലെങ്ത് നോക്കാം. ഗ്രോവ് AT750യുടെ ഡയഗ്രാം എടുക്കുക. ആ ഡയഗ്രത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാം. 22 ടിപ്പ് ഹൈറ്റും അതേപോലെ 40 ബൂം ആംഗിളും. നമുക്ക് റേഡിയസ് ഇവിടെ കൊടുത്തതിൻ്റെ പേര് നമ്മൾ ഈ റേഡിയസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റേഡിയസ് കിട്ടില്ല. ഓൾറെഡി ഇത് 10 മീറ്റർ റേഡിയസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് മാക്സിമം റേഡിയസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 40 ഡിഗ്രി അതുപോലെ തന്നെ 22 മീറ്റർ ബൂം ടിപ്പ് ഹൈറ്റിൽ നമുക്ക് നോക്കാം എത്ര ബൂം ലെങ്ത് കിട്ടുന്നുണ്ടെന്ന്. ബൂം ലെങ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ റേഞ്ച് ഡയഗ്രം എടുത്തിട്ടുണ്ട്. നമുക്ക് തന്നിരുന്ന 22 മീറ്റർ ടിപ്പ് ഹൈറ്റ് അതേപോലെ തന്നെ 40 ബൂം ആംഗിൾ തന്നിരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ട്രൈയാങ്കിൾ 22 മീറ്റർ ടിപ്പ് ഹൈറ്റിലും 40 ബൂം ആംഗിളും നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. 22 മീറ്റർ ടിപ്പ് ഹൈറ്റിലാണ് ഇത്. 40 ബൂം ആംഗിളാണ്. ഇതാണ് 40 ബൂം ആംഗിൾ. അപ്പം 40 ബൂം ആംഗിളും അതേപോലെ തന്നെ 22 ടിപ്പ് ഹൈറ്റിൽ നമ്മൾ ട്രൈയാങ്കിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ബൂം ലെങ്ത് ആണ് വേണ്ടത്. സെൻട്രലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബൂം ലെങ്ത് വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് എത്ര ബൂം ലെങ്ത് ആണെന്ന് നോക്കാം. 30.5 മീറ്റർ ബൂം ലെങ്ത് ആണ് ഇതുള്ളത്. 30.5 മീറ്റർ ബൂം ലെങ്തിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 894 kg ആണ്. എത്ര മീറ്റർ വരെ റേഡിയസ് വരെ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ഇനി അടുത്തത് ലോഡ് ചാർട്ട് എടുക്കുകയാണ് വേണ്ടത്. ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ലോഡ് ചാർട്ടിൽ നമ്മൾ 30.5 മീറ്റർ ബൂം ലെങ്ത് 30.5 മീറ്റർ ബൂം ലെങ്തിൽ നമുക്ക് 894 kg എവിടെ എത്ര റേഡിയസ് വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നേരെ വന്നു നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഏറ്റവും താഴെ ഉള്ളത് നമുക്ക് 1570 kg ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ളത് ആകെ 894 kg ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ഏറ്റവും താഴെ ഇതിന് താഴോട്ട് നമുക്ക് ബൂം ഡൗൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മാക്സിമം ഇതുവരെയാണ് നമുക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ലാസ്റ്റ് നമ്മൾ ഡൗൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് 12 ഡിഗ്രിയാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് ബൂം ആംഗിൾ നമുക്ക് വന്നേക്കുന്നത് 12 ബൂം ആംഗിളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 12 ബൂം ആംഗിൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1570 kg വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഒരു ടണ്ണ് 570 kg വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എത്ര റേഡിയസാണ് നമുക്ക് നോക്കാം. ഇത് മാക്സിമം റേഡിയസ് വന്നിരിക്കുന്നത് 28 മീറ്ററാണ് മാക്സിമം റേഡിയസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 28 മീറ്ററാണ് മാക്സിമം റേഡിയസ്. അതായത് അവർ കൊടുത്തിട്ടുള്ള ഇത്രയും kg നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 894 kg ആണ്. 894 kg നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം റേഡിയസ്. ഇവർ കൊടുത്തിട്ടുള്ള ബൂം ലെങ്ത് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 28 മീറ്റർ റേഡിയസ് വരെയാണ് നമുക്കിത് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 28 മീറ്റർ ആൻസർ കൊടുത്തിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. അത് കൊടുത്തിട്ടുണ്ട് 28A ആണ് 28 മീറ്റർ. അത് കഴിഞ്ഞാൽ B 30 മീറ്ററാണ്. പക്ഷേ ഈ 30 മീറ്റർ നമുക്ക് ബൂം നമ്മുടെ ഡൗൺ ചെയ്യാൻ സാധിക്കില്ല. അത് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൂം ലെങ്ത് നമുക്ക് 33.5 മീറ്റർ, അതായത് ഫുള്ള് ബൂം എടുത്താൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്ക് 30 മീറ്റർ റേഡിയസ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവർ കൊടുത്ത വെച്ച് നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് കൊടുത്ത വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൂം ലെങ്ത് ആയിരുന്നു 30.5. നമ്മൾ അതേ ബൂം ലെങ്തിലാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് A 28 മീറ്റർ. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.